ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയതായി മൊഴികൾ. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ദിവ്യക്കെതിരായ മൊഴിയുള്ളത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും കൃത്യമായ ആരോപണങ്ങളുള്ളതാണ്. നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചല്ല, കൃത്യമായി ഇതിനു വേണ്ടി ആസൂത്രണം നടന്നുവെന്ന ആരോപണങ്ങൾ. അതിനെ ശരിവെക്കുന്നതാണോ ഈ മൊഴി? എന്താണ് മൊഴിയിൽ വ്യക്തമാക്കുന്നത്? ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിലാണ് PP ദിവ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പരാമർശങ്ങളുള്ളത്. അതിൽ PP ദിവ്യ വളരെ യാദൃച്ഛികമായി ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നതാണ് എന്ന വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയുന്നു. അതായത് ഈ ദിവ്യ ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും PP ദിവ്യയാണെന്ന് കണ്ണൂർ വിഷന്റെ പ്രതിനിധികൾ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലെ മൊഴിയിൽ വ്യക്തമാണ്. മാത്രമല്ല, ഈ പെട്രോൾ പമ്പിന് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് ഒരു തെളിവുമില്ലെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് PP ദിവ്യ വളരെ ആസൂത്രിതമായാണ് നവീൻ ബാബുവിനെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചടങ്ങിലേക്ക് എത്തിയത് എന്നത് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിലൂടെ വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ഇതിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്ന് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപാകെ നൽകിയ മൊഴികളിൽ വ്യക്തമാണ്. അതായത് PP ദിവ്യയുടെ വാദങ്ങളെല്ലാം ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ തെറ്റാണെന്ന് വിശദീകരിക്കുകയാണ്. അവർ വളരെ ആസൂത്രിതമായി ഈ പരിപാടിയിലെത്തി നവീൻ ബാബുവിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എത്തിയത്. ഈ പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൈക്കൂലിക്ക് വേണ്ടി നവീൻ ബാബു തൻ്റെ ഈ അനുമതി റിപ്പോർട്ട് വൈകിച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. അവരന്ന് അവിടെ ആ വേദിയിലെത്തി ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതീതി വരുത്ത രീതിയിൽ അത്തരത്തിൽ ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത്. അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിലൂടെ തന്നെ PP ദിവ്യ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് വലിയ തെറ്റ് ഉണ്ട് എന്ന് ശരിവെക്കുന്നതാണ്. വീഡിയോ പുറത്തു വന്നതാണ് സത്യത്തിൽ ഈ ഒരു ആ വാർത്തയ്ക്ക് കൂടുതൽ കരുത്തു പകർന്ന. കാരണം എത്രത്തോളം മനസ്സ് വേദനിപ്പിക്കുന്ന നിലയിൽ സംസാരിച്ചു എന്ന ആ ദൃശ്യങ്ങളാണ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചത്. ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ദിവ്യയുടെ തന്നെ ഒരു നേരത്തെയുള്ള മുൻകൂട്ടി അവരെ അറിയിക്കുകയും അവരെ അവിടെ എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കളക്ടർ പോലും ഇവർ ഇങ്ങനെ ഒരാളെ മുറിപ്പെടുത്തുന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അതിൽ ഇടപെട്ടില്ല എന്ന് കളക്ടർക്കെതിരായ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ ഇതങ്ങനെ ഒറ്റയ്ക്ക് അവർ വീഡിയോ എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന പരിപാടിയിൽ ഇങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കണം, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമെന്നത് പലരുമായി ചേർന്ന് നടത്തിയ അങ്ങനെ വിശദമായ ഒരു ആസൂത്രണം എന്ന നിലയ്ക്കാണോ ഈ മൊഴികൾ വരുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്? ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനത്തിൽ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ചടങ്ങിന് മുൻപ് 4 തവണ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയെ വിളിച്ചു, സ്റ്റാഫിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ആസൂത്രണമുണ്ട്. വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമല്ല. അവരിവിടെ വരാൻ ബോധപൂർവം തീരുമാനിക്കുന്നു. അതിനു മുൻപ് അവരുടെ സ്റ്റാഫ് കളക്ടറുടെ സ്റ്റാഫുമായി സംസാരിക്കുന്നു. അതിനുശേഷം ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും തയ്യാറെടുപ്പും നടത്തുന്നു. വീഡിയോ ചിത്രീകരിക്കുന്നു. ഈ വീഡിയോ ചിത്രീകരിച്ച് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ സംഭവത്തിന്റെ എല്ലാ ചുരുളുകളും അഴിയുന്നത്. അപ്പോൾ വളരെ യാദൃശ്ചികമായല്ല നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ എത്തിയത് എന്നത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ഇതിലെല്ലാം ഉപരി ഈ നവീൻ ബാബു പെട്രോൾ പമ്പ് അനുമതിക്കായി കൈക്കൂലി വാങ്ങി എന്നത് സർക്കാർ തന്നെ നിയോഗിച്ച ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ വ്യക്തമാകുകയാണ്. കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാകുകയാണ്. അപ്പോൾ PP ദിവ്യ ഉന്നയിച്ച, അല്ലെങ്കിൽ ആ വേദിയിലെത്തി PP ദിവ്യ ഉന്നയിച്ച സംശയങ്ങളും നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ സംശയത്തിന്റെ നിഴലിലാക്കി ഒരു അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ഇപ്പോൾ ഫെലിക്സ് പുളിക്കൽ കൂടി കണ്ണൂരിൽ നിന്ന് കൂടി ചേരുന്നു. ഫെലിക്സ്, ഈ വീഡിയോ എടുക്കാൻ അത് അന്ന് തന്നെ കൃത്യമായ ആരോപണങ്ങൾ വന്നതാണ്. ഇങ്ങനെ ഒരു ചാനൽ സംഘത്തെ അവിടെ എത്തണം, ഇത് ചിത്രീകരിക്കണം, ഈ വീഡിയോ കൃത്യമായി പല കേന്ദ്രങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കണമെന്ന്. അത് തന്നെയാണ് വലിയ തെളിവായി ഇതിൽ മാറുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഈ ചാനലുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഏത് നിലയിൽ ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചൊക്കെ ആവശ്യം CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അഴിമതിക്കെതിരായ കാര്യങ്ങൾ പറയാൻ ആർജവത്തോടെ തുടരുമെന്നൊക്കെയാണ് ദിവ്യ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. പക്ഷേ ഇത് വളരെ കരുതിക്കൂട്ടിയാണ് ഒരാളെ അങ്ങനെ ഒരു വേദിയിൽ അപമാനിച്ചത് എന്നാണ് ഇപ്പോൾ മൊഴിയിലൂടെ വ്യക്തമാകുന്നത്.
ദിവിഷ്, ഇതാദ്യമായാണ് സർക്കാരിൻ്റെ ഒരു സംവിധാനം PP ദിവ്യ ആസൂത്രണമായി നടത്തിയ ഒന്നാണ് ഇവിടെ എത്തി പ്രസംഗം നടത്തിയത്, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഈ യാത്രയപ്പ് സമ്മേളനത്തിലെത്തി ഇങ്ങനെ ഒരു കാര്യം നടത്തിയെന്നും ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും സർക്കാരിൻ്റെ ഒരു സംവിധാനം തന്നെ പുറത്തേക്ക് കാര്യങ്ങൾ വിടുമ്പോൾ തീർച്ചയായിട്ടും PP ദിവ്യയെ ഏറെ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായ കണ്ടെത്തലുകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PP ദിവ്യ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊരു യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ പോകുന്ന വഴിക്ക് ഇത് അറിഞ്ഞു, അങ്ങനെ അതിൽ കയറി, അങ്ങനെ തനിക്ക് മുൻപ് അറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിയത് എന്നതായിരുന്നു PP ദിവ്യയുടെ വാദം. ആ വാദം പൂർണ്ണമായും പൊളിയുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതായത് നവീൻ ബാബുവിന് യാത്രയപ്പ് ചടങ്ങിൽ താൻ എത്തുമെന്ന് നേരത്തെ തന്നെ കളക്ടറെ വിളിച്ച് അറിയിക്കുന്നു. എന്നാൽ കളക്ടർ വരരുതെന്ന് ആവശ്യപ്പെടുന്നു. അത് ലംഘിച്ചുകൊണ്ട് അവിടെ ആ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ എത്തിയെന്നാണ് കളക്ടർ നേരത്തെ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ PP ദിവ്യ തന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ വരരുതെന്ന് താൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് മറികടന്ന് PP ദിവ്യ വന്നുവെന്ന്. പക്ഷേ PP ദിവ്യ അത് പരസ്യമായി തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു PP ദിവ്യ നേരത്തെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നേരത്തെ തന്നെ കളക്ടറെ വിളിച്ച് താൻ വരുമെന്നറിയിച്ച് കളക്ടർ വരരുത് എന്ന് പറഞ്ഞ് എന്നിട്ടും അവിടെ ചെന്ന് ഇത്തരം ഒരു പ്രതികരണം നടത്തിയെന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്നതാണ്. കുറ്റപത്രത്തിൽ നമുക്കത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണമായി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് PP ദിവ്യ നടത്തിയ ആ അവഹേളിക്കുന്ന തരത്തിലുള്ള യാത്രയപ്പ് ചടങ്ങത്തിലെ പ്രസംഗമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന കണ്ടെത്തലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുമുള്ളത്. തീർച്ചയായിട്ടും അത് PP ദിവ്യയെ ഏറെ പ്രതിരോധത്തിൽ നിർത്തുന്നതാണ്. ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് എന്ന് പറയുന്നത് ആ വീഡിയോ തന്നെയാണ്. മാത്രമല്ല കളക്ടറുടെ മൊഴി തന്നെ PP ദിവ്യക്കെതിരായ മൊഴി കളക്ടറുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും PP ദിവ്യയെ ഏറെ പ്രതിരോധത്തിൽ നിർത്തുന്ന, പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തെളിവുകളും കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. റിജിൽ മാക്കുട്ടി ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം തരുന്നു. റിജിൽ, വളരെ ഗുരുതരമായ വിവരമാണ് ഇതിലുള്ളത്. ഇത് ആരോപണങ്ങളായി ആദ്യഘട്ടം മുതൽ തന്നെ ഉള്ളതാണ്. കാരണം ആ വീഡിയോ എടുക്കൽ അതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് അത് ഉറപ്പിക്കുകയാണ് ഈ റിപ്പോർട്ട്, അല്ലേ? തീർച്ചയായിട്ടും PP ദിവ്യ പെട്ടെന്ന് വന്ന് ആകസ്മികമായി നടത്തിയ ഒരു ആക്ഷേപമല്ല, വളരെ മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്ത ഒരു കൃത്യം തന്നെയാണ്. അതിനകത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് പങ്കുണ്ട്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ വിളിക്കാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വരിക എന്ന് പറയുന്നത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ തീർച്ചയായും കളക്ടർ അനുമതിയോട് കൂടി തന്നെയാണ് വന്നത്. കളക്ടർ ഈ ആക്ഷേപം ഇവർ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കളക്ടർ ഓടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ചാനലിൽ കാണുന്നുണ്ടല്ലോ. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് അന്ന് ഞങ്ങളൊക്കെ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പൊ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് കേവലം ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഇവർക്ക് ഇവരുടെ അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് ഇവർക്കുള്ള പ്രശ്നം. അതിനകത്ത് തെറ്റായ വഴിയിലൂടെ അദ്ദേഹം ആ കാര്യം ചെയ്തു കൊടുത്തില്ല. അതിന് കാണിച്ച ക്രൂരതയാണ്. ഒരു മനുഷ്യനെ പരസ്യമായി ആക്ഷേപിച്ച് അപമാനിച്ച് സത്യസന്ധനായ കൈക്കൂലി വാങ്ങാത്ത സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനെ ആക്ഷേപിച്ച് അപമാനിച്ച് മാനസിക സമ്മർദ്ദത്തിൽ എങ്ങനെയും നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനാക്കാനുള്ള പ്രചാരണങ്ങളാണല്ലോ പല രീതിയിൽ നടന്നത്. തീർച്ചയായും ഇപ്പൊ PP ദിവ്യയെ പോലെ ഒരാളാണല്ലോ ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ടത്. പിന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്നുള്ള നിലപാടാണല്ലോ CPM-ന്റെ നിലപാട്. ആ നിലപാടെടുത്തു. കളക്ടറേറ്റിനകത്ത് തന്നെ ഒരു വലിയ ഗൂഢാലോചന NGO യൂണിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. വ്യാജ കത്ത് ഉണ്ടാക്കി ആ വിജിലൻസിനെ കൊണ്ട് പരാതി മുമ്പേ കിട്ടിയെന്ന് പറഞ്ഞു. അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ എല്ലാ തരത്തിലും അധികാരത്തിന്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടുള്ള വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിവുകൾ ഓരോന്നും പുറത്തു വന്നില്ലേ? പ്രശാന്തന്റെ കത്തും പ്രശാന്തന്റെ വ്യാജ ഒപ്പും ഒക്കെ നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ തീർച്ചയായും PP ദിവ്യ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ കത്ത് അയക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ആ ഗൂഢാലോചനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്ന് ഇന്നിപ്പോ ലാൻഡ് റവന്യൂ കമ്മീഷണർ തന്നെ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു.
എന്നിട്ടും പി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയല്ലേ പാർട്ടി സ്വീകരിക്കുന്നത്. ഇപ്പൊ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പോലും അവരെ മാധ്യമങ്ങൾക്ക് വിട്ടുപോയിട്ട് ശരിയല്ല എന്നുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ പോലും അവരെ സഹായിക്കുന്ന രൂപത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. ഈ പി പി ദിവ്യ തന്നെ അതിനുശേഷം നടന്ന അവരുടെ അകാലത്തെ അഴിമതിയുടെ ഒരുപാട് കഥകളിൽ നിന്ന് പുറത്തു വരികയല്ലേ. അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ട് അവരുടെ കമ്പനി, ഒരു തട്ടിക്കൂട്ട് കമ്പനിയിൽ നടത്തിയിട്ടുള്ള വ്യാപകമായ രൂപത്തിൽ അഴിമതിയെ കുറിച്ചൊക്കെ വാർത്തകൾ കഴിഞ്ഞ നാളുകളിൽ ഉയർന്നു വന്നതാണ്. വളരെ നന്ദി രജിൽ. എന്തായാലും വളരെ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിനെ ശരിവെക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത്. പ്രശാന്ത് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് അത് ഈ അന്വേഷണത്തിൽ അത് എത്രത്തോളമാണ് നിർണായകമാവുക? അന്വേഷണത്തിൽ വളരെ നിർണായകമാകും. കാരണം വളരെ ആസൂത്രിതമായാണ് പി ദിവ്യ അവിടെ എത്തി. അതൊരു ആകസ്മികമായിരുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഈ മൊഴികളിൽ നിന്നെല്ലാം തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അതിൽ ഒരു തരത്തിലുള്ള അഴിമതിയും, അതായത് കൈക്കൂലി വാങ്ങിയതായുള്ള ഒരു തരത്തിലുള്ള ഒരു തെളിവുകളും നിരത്തുന്നില്ല. അതായത് പെട്രോൾ പമ്പ് അനുമതിക്കായി അത്തരം നവീൻ ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ആദ്യം നിശ്ചയിച്ചത് യാത്രയപ്പ് ആദ്യം നിശ്ചയിച്ചത് 11 നവംബർ 10 മാസം, ഒക്ടോബർ മാസം 11 അത് പിന്നെ അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങ് മാറ്റി. അന്ന് പി ദിവ്യ കളക്ടറെ പലതവണ വിളിച്ചു. അതായത് കളക്ടർ ആദ്യം ഇക്കാര്യത്തിൽ കളക്ടർക്ക് അറിവില്ല എന്ന് പറയുന്നത് പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതാണ്. കാരണം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചാണ് പി ദിവ്യ ഈ ചടങ്ങിനെ കുറിച്ച് അറിയുന്നത്. മാത്രമല്ല, 4 തവണ കളക്ടറുടെ സ്റ്റാഫിനെ പി ദിവ്യയുടെ സ്റ്റാഫ് വിളിക്കുന്നു. അവിടെ വീഡിയോ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ നിർദ്ദേശം മാത്രമല്ല, ആ ദൃശ്യം ശേഖരിക്കുന്നത് പി ദിവ്യയാണെന്ന് ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. അതായത് ബോധപൂർവം ഒരു ഉദ്യോഗസ്ഥനെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ എന്ന നിഗമനത്തിലെത്തുന്നത് തന്നെയാണ് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനം, നമ്മൾ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വിവരാവകാശ പ്രകാരം പുറത്തു വന്നൊരു വിവരമുണ്ട്. അതായത് ഈ നവീൻ ബാബുവിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നോ, മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിരുന്നോ, വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നോ എന്നത് വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം വരികയും, എന്നാൽ അത്തരത്തിലൊരു പരാതിയും നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് മുൻപാകെ വന്നിട്ടില്ല എന്ന് വിജിലൻസിന്റെ മറുപടി ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ, അതായത് പെട്രോൾ പമ്പിന് വേണ്ടി ശരി പ്രശാന്ത്.